പല്ലവി, ഇതെൻ്റെ ബ്രദറാണ് നിവിൻ. ഇവിടെ ടെക്നോയിലാണ് വർക്ക് ചെയ്യുന്നത്. ഹായ്. അവൾ അവനെ വിഷ് ചെയ്തു. ഹായ് അവൻ തിരിച്ചും പറഞ്ഞു. ചേട്ടായി, ഇത് പല്ലവി, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. എടാ, ഈ ഷർട്ട് എങ്ങനെയുണ്ട്? പെട്ടെന്ന് വിഷ്ണു അവിടേക്ക് വന്നു, ഒപ്പം ഹർഷയും. ആഹാ, നീ ഇപ്പം എവിടുന്ന് പൊട്ടിമുളച്ചു? നിധിയെ നോക്കി വിഷ്ണു ചോദിച്ചു. നീ ഇപ്പോൾ മാനത്ത് നിന്ന് പൊട്ടി വീണതേ ഉള്ളൂ. നിധിയുടെ മറുപടി കേട്ട് നിവിൻ ചിരിച്ചു. പല്ലവി, ഇതെൻ്റെ ബ്രദറിൻ്റെ ഒരേ ഒരു ഫ്രണ്ട് വിഷ്ണു. ഇത് ചേട്ടൻ്റെ ഫിയാൻസി ഹർഷ ചേച്ചി. ഇവർ മൂന്നുപേരും തിക് ഫ്രണ്ട്സാണ്. ഹായ് ബ്രോ. ഹായ് ചേച്ചി. പല്ലവിയുടെ ആ ഡയലോഗ് കേട്ട് ശരിക്കും നിവിൻ ചിരിച്ചുപോയി. എങ്കിലും ഒറ്റയടിക്ക് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല കുട്ടി. വിഷ്ണു പല്ലവിയോട് പറഞ്ഞു. നിധിയും പല്ലവിയും ചിരിച്ചു. നിധിയുടെ കോളേജിൽ തന്നെയാണോ? ഹർഷ ചിരിയോട് ചോദിച്ചു. ഞങ്ങൾ ഒരേ ക്ലാസ്സാണ്, പല്ലവി പറഞ്ഞു. നല്ല വെറൈറ്റി നെയിം പല്ലവി, ഹർഷ പറഞ്ഞു. അച്ഛന് ചെറിയ സംഗീത ഭ്രാന്തുള്ള കൂട്ടത്തിലാണ്, അങ്ങനെ ഇട്ടതാണ്, പല്ലവി ചിരിയോടെ പറഞ്ഞു. ചിരിക്കുമ്പോൾ വിരിയുന്ന നുണക്കുഴി അവളുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നതായി നിവിന് തോന്നി. ഒരു കോഫി ആയാലോ? വിഷ്ണു ചോദിച്ചു. വേണ്ട, ഞങ്ങളിപ്പോൾ കുടിച്ചതേ ഉള്ളൂ, നീത പറഞ്ഞു. നിങ്ങളെന്താ ബോയ് ഫ്രണ്ടിന് ഡ്രസ്സ് മേടിക്കാൻ വന്നതാണോ? വിഷ്ണു ചോദിച്ചു. അതെന്താ അങ്ങനെ ചോദിച്ചത്? വേറെ ആർക്കും ഇവിടെ നിന്ന് ഡ്രസ്സ് കിട്ടിയില്ലേ? നീത ചോദിച്ചു. അല്ല, സാധാരണ ബോയ് ഫ്രണ്ടുള്ള പെൺകുട്ടികളാണ് ഒറ്റയടിക്ക് ബ്രോയാക്കുന്നത്. പല്ലവിയുടെ മുഖത്തേക്ക് നോക്കി വിഷ്ണു പറഞ്ഞു. ബോയ് ഫ്രണ്ട് തന്നെയാ, അച്ഛനാണെന്ന് മാത്രം. ചിരിയോടെ പല്ലവി പറഞ്ഞു. നീ എങ്ങനെ പോകും? വെയിറ്റ് ചെയ്താ ഞാൻ കൂടെ കൊണ്ടുപോകാം, നിവിൻ നിധിയോട് പറഞ്ഞു. വേണ്ട ചേട്ടായി, ഇവൾക്ക് സ്കൂട്ടിയുണ്ട്, ഇവള് ഡ്രോപ്പ് ചെയ്യും. വീട് എവിടെയാ? ഇവിടെ തന്നെയാണോ? പല്ലവിയുടെ മുഖത്ത് നോക്കി നിവിൻ ചോദിച്ചു. വീട് ഇവിടെയല്ല, തൃശ്ശൂരാണ്. അതെന്നെ, അവിടെയും കോളേജൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ ഇങ്ങ് തിരുവനന്തപുരത്ത് വന്ന് പഠിക്കുന്നത്? നിവിൻ ചിരിയോട് ചോദിച്ചു. ഇവിടെ ആയിരുന്നു കിട്ടിയത്. ഇവിടെ എങ്ങനെയാ താമസം? കോളേജ് ഹോസ്റ്റലിലാണോ? അല്ല, അച്ഛൻ്റെ പെങ്ങളുണ്ട് ആൻറ്റിയുടെ വീട്ടിൽ, കനകക്കുന്ന്. എങ്കിൽ നിങ്ങളുടെ ഷോപ്പിംഗ് നടക്കട്ടെ, നിവിൻ പറഞ്ഞു. ടെക്സ്റ്റൈൽസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നിവിൻ്റെ ഫോണിൽ കോൾ വന്നത്. ഡിസ്പ്ലേയിൽ തെളിഞ്ഞ നമ്പർ കണ്ടതും നിവിൻ്റെ മുഖത്ത് ഗൗരവം തെളിഞ്ഞു. അത് കണ്ട് വിഷ്ണു ചോദിച്ചു. എന്താടാ? ഇത് അവളാണ് വിളിക്കുന്നത്, നീ ഫോൺ എടുക്ക്, വിഷ്ണു പറഞ്ഞു. സ്പീക്കറിലിട്, ഹർഷയും പറഞ്ഞു. നിവിൻ കോൾ ബട്ടണിൽ അമർത്തി ഫോൺ ചെവിയോട് ചേർത്തു. ഹലോ ഇച്ചായ, ഷോപ്പിങ്ങിൻ്റെ തിരക്കിലായിരുന്നോ? ഞാൻ കണ്ടിരുന്നു ഒരടിപൊളി കുർത്ത എടുത്ത് നോക്കുന്നത്. നീ അത് എവിടെ നിന്ന് കണ്ടു? അത്ഭുതത്തോടെ അവൻ ചോദിച്ചു. ഞാനൊരു നീഴല് പോലെ പുറകെ ഉണ്ടെന്ന്, എപ്പോഴും ജീവിതാവസാനം വരെ അങ്ങനെ ആകണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ മാളിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ ചുറ്റിലും നോക്കുന്നത് നല്ലതാ. ഫുഡ് കണ്ടാൽ പിന്നെ ആരെയും നോക്കാറില്ലെന്ന് തോന്നുന്നല്ലോ. നീ ആരാടി? നീ ഇതൊക്കെ എവിടെ നിന്നാ കാണുന്നേ? ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ മുൻപിൽ വന്ന് നിന്ന് സംസാരിക്കും. മുന്നിൽ വന്ന് സംസാരിക്കും, പക്ഷെ ഇപ്പോഴല്ല. ആ മനസ്സിൽ ഞാൻ മാത്രമാകുന്ന ഒരു നാൾ. പിന്നിങ്ങനെ 3 പേരും കൂടി ചെവിയോർത്ത് ഫോണിന് വേണ്ടി നോക്കി നിൽക്കുന്നത് അത്ര നല്ല പരിപാടിയല്ല. ആ വിഷ്ണു ചേട്ടനോടും ഹർഷ ചേച്ചിയോടും പറ ഇതൊക്കെ മോശമാണെന്ന്. 2 പേരും കിളി പോയി നിന്നു. അപ്പോൾ ഓക്കെ, ഐ ലവ് യു. ഫോൺ കട്ടായി. ഞാൻ പറഞ്ഞില്ലേ ഇത് നിവിനെ നന്നായി അറിയുന്ന ആരോ ആണെന്ന്, ഹർഷ പറഞ്ഞു. നിവിനെ മാത്രമല്ല, നമ്മളെയും, വിഷ്ണു പറഞ്ഞു. വൈകുന്നേരം വീട്ടിലേക്ക് വന്നപ്പോൾ നീന ചേച്ചി വന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു എല്ലാവരും. കുറച്ച് സമയം അവളുടെ അടുത്തിരുന്ന് വിശേഷങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം നേരെ മുറിയിലേക്ക് പോയി കുളിക്കാനായി. കുളി കഴിഞ്ഞിറങ്ങിയപ്പോൾ ഫോണിൽ ബെല്ലടിച്ചു. അവളാണ്. നിവിൻ ഫോൺ എടുത്തു. ഹലോ. ഹലോ ഇച്ചായ, വീട്ടിൽ നീന ചേച്ചി വന്നതിൻ്റെ തിരക്കായിരിക്കും അല്ലേ? ഇതൊക്കെ നീ എങ്ങനെ അറിയുന്നു? നിനക്ക് നീനെ അറിയാമോ? എനിക്കെല്ലാവരെയും അറിയാം. നീന ചേച്ചിയെയും അമ്മച്ചിയെയും അപ്പയെയും നിതയെയും വിഷ്ണു ചേട്ടനെയും ഹർഷ ചേച്ചിയെയും, അങ്ങനെ എല്ലാവരെയും. നീ ഏതാ? നിന്റെ പേരെന്താ? നിവിന് ഇഷ്ടമുള്ളത് എന്തും എന്നെ വിളിക്കാം. സ്നേഹത്തോടെ നിവിൻ എന്ത് വിളിച്ചാലും എനിക്കത് ഇഷ്ടമാണ്. നിവിന് മാത്രം നൽകാൻ കഴിയുന്ന സന്തോഷമാണത്. അപ്പോൾ പേരെന്താണെന്ന് പറയില്ല, തിരിച്ച് മറുപടി അയച്ചു. തൽക്കാലം താമര എന്ന് വിളിച്ചോളൂ. സൂര്യനെ അത്രമേൽ ഗാഠമായി സ്നേഹിച്ച താമര, സൂര്യൻ്റെ ഒരു നോട്ടത്തിൽ പോലും പ്രണയം ആഗ്രഹിച്ച താമര.
അവസാനം അവൻ ചൂടേറ്റ് വാളി. തളർന്നു പോയി താമര. എങ്കിലെൻ്റെ സൂര്യൻ പോയി കിടന്നുറങ്ങിക്കോ, എനിക്കും ഉറങ്ങണം. കോള് കട്ടായി. ഇത് ശരിക്കും ഏതോ വട്ട് കേസ് തന്നെ. നിവിൻ ഒരു ചിരിയോടെ നോക്കി ആ നമ്പർ താമരപ്പെണ്ണ എന്ന് സേവ് ചെയ്തു. ശേഷം ഫോൺ ഡെസ്കിലേക്ക് വച്ചു. പിറ്റേ ദിവസം രാവിലെ ഉണർന്നപ്പോൾ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് കിടക്കുന്നത് കണ്ടു. എന്തുകൊണ്ടോ അതിന് മറുപടി അയക്കാൻ അവന് തോന്നി. തിരിച്ചൊരു ഗുഡ് മോർണിംഗ് അയച്ച് അവൻ കുളിക്കാനായി പോയി. അതിന് റിപ്ലൈ ഒന്നും വന്നില്ല. അവന് ചെറിയൊരു നിരാശ തോന്നി. അവൻ റെഡിയായി താഴെ വരുമ്പോൾ അപ്പയുടെ ഫ്രണ്ട് മാർക്കോസ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഹായ്, ഗുഡ് മോർണിംഗ് അങ്കിൾ. അവൻ അയാളെ വിഷ് ചെയ്തു. അയാൾക്ക് അല്ലറ ചില്ലറ ബിസിനസ്സുകളൊക്കെ ഉണ്ട്. കൺസ്ട്രക്ഷൻ വർക്കൊക്കെയാണ് പ്രധാനം. പണ്ട് മുതലേയുള്ള അപ്പയുടെ സുഹൃത്താണ്. ഫാമിലി ഫ്രണ്ട്സാണ്. മോൻ ഇന്ന് നേരത്തെ ഇറങ്ങിയോ? ഇന്ന് കുറച്ച് നേരത്തെ പോകണം അങ്കിൾ. അടുക്കളയിൽ ചെന്ന് അമ്മയോട് യാത്രയും പറഞ്ഞ് കഴിക്കാനുള്ള ആഹാരം ബാഗിലെടുത്തു. അമ്മച്ചി അടുക്കളയിൽ നിന്ന് നിനക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണമ്മ. കിച്ചൺ സ്ലാബിന് മുകളിൽ കയറിയിരുന്ന നീത ഓരോ കമൻറ്റുകൾ പറയുന്നുണ്ട്. നീന ചായ കുടിച്ചുകൊണ്ട് അമ്മച്ചിയുടെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. നിനക്ക് ചായ വേണ്ടേ നിവിനെ? അമ്മച്ചി കൊടുത്താൽ അല്ലേ ചേട്ടായി കുടിക്കൂ. അമ്മച്ചി നീല ചേച്ചിയെ കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ എന്നെയും ചേട്ടായിയും ഉപേക്ഷിച്ച മട്ടാണ്, നീത പറഞ്ഞു. ഞാൻ വന്നപ്പോൾ മുതൽ നിനക്ക് തുടങ്ങിയതാ. നീന ദേഷ്യം പിടിച്ചു. അവൾ ഒരു തമാശ പറഞ്ഞാലേടി, നിവിൻ പറഞ്ഞു. എപ്പോഴും ഇങ്ങനെയുള്ള തമാശ എനിക്കത്ര ഇഷ്ടമല്ല. നീനെ അതും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോയി. നിന്റെ വായിലൊന്ന് അടച്ചു വെച്ചുകൂടെ നിതേ? അമ്മച്ചി അവളോട് ദേഷ്യപ്പെട്ടു. നമ്മൾ 4 പേർക്കും ഇല്ലാത്ത ഒരുമാതിരി വൃത്തികെട്ട സ്വഭാവമാണ് അവൾക്ക്. കുശുമ്പ് പിടിച്ച സ്വഭാവം. നീത പറഞ്ഞു. നിനക്കിത്തിരി കൂടുതലാണ്. അവൾ നിന്റെ ചേച്ചിയാണ്. ചായ പകർന്ന് നിവിന് കൊടുത്തുകൊണ്ട് ട്രീസി ഓർമ്മിപ്പിച്ചു. മർക്കോസ് അങ്കിൾ എന്താ രാവിലെ? നിവിൻ ട്രീസയോട് ചോദിച്ചു. അപ്പയോട് എന്തോ കാര്യം പറയാൻ വന്നതാ. മർക്കോസ് അങ്കിളിൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള ഇവിടുത്തെ വിസിറ്റ് ചേട്ടായിക്കുള്ളൊരു വലയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, നീത പറഞ്ഞു. എനിക്കോ? അവൻ മനസ്സിലാകാതെ നിതയുടെ മുഖത്തേക്ക് നോക്കി. അങ്കിളിനൊരു മോളുണ്ട്. ഇടയ്ക്കിടെ ആ പെൺകുട്ടിയുടെ കാര്യം പറയുന്ന കേൾക്കാം. മാത്രമല്ല അവൾക്കും ഇവിടെ വരുമ്പോൾ എപ്പോഴും ചേട്ടായുടെ മേലൊരു കണ്ണുണ്ട്. അങ്ങനെയൊന്നും അവർ ചിന്തിച്ചുകൂടി കാണില്ല. നീ പറഞ്ഞു പറഞ്ഞ് അങ്ങനെ ആകാതിരുന്നാൽ മതി. അങ്ങനെ ആകാതിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ആ പെണ്ണിനെ എനിക്കിഷ്ടമല്ല. അപ്പം നിനക്കിഷ്ടമുള്ള പെണ്ണിനെ കണ്ട് എന്നെ കെട്ടിക്കത്തുള്ളോ? എന്താ സംശയം? അങ്ങനെ നടക്കൂ. നിവിൻ ചിരിച്ചു. ഒപ്പം ട്രീസയും. പോർച്ചിൽ നിന്നും ബുള്ളറ്റ് എടുത്ത് സ്റ്റാർട്ട് ചെയ്തു. ഫോൺ എടുത്ത് വിഷ്ണുവിൻ്റെ കോളിലിട്ടു. ഹലോ, നീ റെഡിയാണെങ്കിൽ വീടിന് മുൻപിൽ ഇറങ്ങി നിൽക്ക്. ഞാൻ റെഡിയായടാ. എങ്കിൽ ഇറങ്ങിക്കോ, ഞാൻ അതിലേ വരാം. വിഷ്ണുവിനെ വീടിൻ്റെ മുൻപിലെത്തി. പറഞ്ഞതുപോലെ അവൻ ഗേറ്റിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. എന്താ മോനെ, കയറുന്നില്ലേ? അവൻ്റെ അമ്മ വിളിച്ചു ചോദിച്ചു. ഇല്ലമ്മ, കുറച്ച് തിരക്കുണ്ട്, വൈകിട്ട് കയറാം. അതും പറഞ്ഞ് വിഷ്ണുവിനെയും കയറ്റി ഓഫീസിലേക്ക് യാത്ര തുടങ്ങി. എടാ, നിന്നെ വിളിക്കുന്ന ആ പെൺകൊച്ചിൻ്റെ നമ്പർ ഒന്ന് തരണം. അത് എയർടെൽ നമ്പർ അല്ലേ? ഹർഷയുടെ ഒരു ഫ്രണ്ടിൻ്റെ ബ്രദർ എയർടെല്ലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അവനെ കൊണ്ട് അഡ്രസ്സ് തപ്പിത്തരാം. വിഷ്ണുവിൻ്റെ മറുപടി കേട്ട് അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാനാണ് നിവിന് തോന്നിയത്. നീയാണ് മുത്തേ നൻപൻ. ഞാൻ നമ്പർ നിനക്ക് വാട്സപ്പിലിടാം. ആളിനെ കണ്ടുപിടിച്ചിട്ട് നീ എന്ത് ചെയ്യാൻ പോവാ? അവൾക്ക് നിന്നോട് പ്രേമമാണെന്ന് പറഞ്ഞ് പ്രൊസീഡ് ചെയ്യാനാണോ? ഇത് സീരിയസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല വിഷ്ണു. കോളേജ് പിള്ളേരുടെ വല്ല തമാശയായിരിക്കും. എങ്കിലും മറിഞ്ഞിരുന്ന് എന്നെ സ്നേഹിക്കുന്ന അജ്ഞാത സുന്ദരിയെ ഒന്ന് കാണാനൊരാഗ്രഹം. സുന്ദരിയാണെന്ന് നീ ഉറപ്പിച്ചോ? അതൊരോളത്തിന് പറഞ്ഞതാ. ഹുവ്വ, പോടാ, നമുക്ക് ശരിയാക്കാം. ഓഫീസിൽ ചെന്ന പാടെ മൊബൈലിൽ നിന്നും നമ്പർ വിഷ്ണുവിൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്തു. അന്ന് പതിവിലും ഉത്സാഹത്തോടെയാണ് ജോലികൾ തീർത്തത്. രാവിലെ കോളേജിലേക്ക് പോകുന്ന തിരക്കിലായിരുന്നു പല്ലവി. ഇന്ന് രാവിലെ തൻ്റെ മെസ്സേജിന് നിവിൻ റെസ്പോൺസ് തന്നു തുടങ്ങിയിട്ടുണ്ട്. അത് അവൾക്കൊരു പുതിയ ഉണർവ് തന്നെ നൽകിയിരുന്നു. കോളേജിൽ പോകാൻ റെഡിയായതിനു ശേഷം കണ്ണാടിക്ക് മുൻപിൽ നിന്ന് സ്വന്തം പ്രതിബിംബത്തെ നോക്കി. സ്നേഹം കൊണ്ട് പെണ്ണിന് കീഴടക്കാൻ കഴിയാത്ത ഒരു പുരുഷ മനസ്സും ഈ ലോകത്തിൽ പിറവിയെടുത്തിട്ടില്ല. കണ്ണാടിയിലെ പ്രതിബിംബത്തിനോട് അവൾ പറഞ്ഞു. നിന്നോടൊത്തല്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല നിവിൻ. നിന്നോടൊത്ത് അല്ലാത്തതൊന്നും ജീവിതമല്ല. നിനക്കറിയുമോ നിവിൻ, ഓർത്തു വയ്ക്കാൻ നീ മാത്രമുള്ള ഒരാളാണ് ഞാനെന്ന്. അവൾ അലമാരി തുറന്ന് അതിൽ നിന്നും ഒരു പഴയ ഫോട്ടോ എടുത്തു. അതിലെ നിവിൻ്റെ മുഖത്തേക്ക് നോക്കി. നിഷ്കളങ്കത നിറഞ്ഞൊരു പയ്യൻ്റെ മുഖം അതിൽ നിറഞ്ഞു. അവൾ ആ ഫോട്ടോ തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു. ഡോറിൽ ആരോ മുട്ടുന്നത് കേട്ടാണ് ഓർമ്മകളിൽ നിന്നും പല്ലവി ഉണർന്നത്. മോളെ മാധു, ലക്ഷ്മി ആൻറ്റിയാണ്. അവൾ പെട്ടെന്ന് ഫോട്ടോ തൻ്റെ അലമാരയിൽ വെച്ചിട്ട് വാതിൽ തുറന്നു. എന്താ ആൻറ്റി, നിന്റെ ഫോണിന് എന്തു പറ്റി? ഏട്ടൻ വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞു.
അപ്പോഴാണ് അവളത് ഓർത്തത്. അവൾ പെട്ടെന്ന് ചാർജ് ചെയ്യാനിട്ട ഫോണിലേക്ക് നോക്കി. അച്ഛൻ്റെ 7 മിസ്ഡ് കോൾ കിടപ്പുണ്ട്. ഫോൺ സൈലൻ്റ് ആയിരുന്നു. ഞാൻ അറിഞ്ഞില്ല. ഞാൻ തിരിച്ചു വിളിച്ചോളാം. എങ്കിൽ വിളിച്ചിട്ട് വേഗം താഴേക്ക് വാ, ഫുഡ് കഴിക്കണ്ടേ? ശരി ആൻറ്റി. അവൻ പെട്ടെന്ന് ഫോണെടുത്ത മോഹനൻ്റെ നമ്പർ കോളിങ്ങിലിട്ടു. 1-2 റിങ്ങിൽ തന്നെ ഫോൺ എടുക്കപ്പെട്ടു. ഹലോ അച്ഛേ. ഞാൻ ഒരുപാട് വട്ടം വിളിച്ചു മാധു. മോള് തിരക്കിലായിരുന്നോ? അല്ല അച്ഛേ, ഫോൺ സൈലൻ്റ് ആയിരുന്നു. ഞാൻ കരുതി മോളെ കോളേജിൽ പോകാനുള്ള തിരക്കിലായിരിക്കുമെന്ന്. അച്ഛൻ ബാങ്കിൽ പോകാൻ റെഡിയായോ? ഇല്ല മോളെ, സമയമുണ്ടല്ലോ. നിനക്ക് പുതിയ കോളേജും അന്തരീക്ഷവും ഒക്കെ ഇഷ്ടമായോ? ഒരുപാട് ഇഷ്ടമായി. ആകെയുള്ള ദുഃഖം അച്ഛനടുത്തില്ലെന്നുള്ളതാണ്. നിന്നോട് ഞാൻ തൃശ്ശൂരുള്ള ഏതെങ്കിലും കോളേജിൽ നോക്കിയാൽ മതിയെന്ന് പറഞ്ഞല്ലേ? അപ്പം മോളല്ലേ പറഞ്ഞേ തിരുവനന്തപുരത്ത് തന്നെ പഠിക്കണമെന്ന്? അതെനിക്ക് അത്രയ്ക്ക് ആഗ്രഹമായിരുന്നു അച്ഛാ, മാറിവാനീസിൽ പഠിക്കണമെന്ന്. എങ്കിലും എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച വൈകിട്ട് ഞാൻ അങ്ങോട്ട് വരില്ലേ? അതച്ഛനെ പിരിഞ്ഞിരിക്കാൻ വയ്യാത്തോണ്ടല്ലേ? അത് പറയാനാ ഞാനിപ്പോൾ വിളിച്ചത്. ഈ ആഴ്ച നീ ഇങ്ങോട്ട് വരണ്ട, ഞാൻ അങ്ങോട്ട് വരാം. തിങ്കളാഴ്ച ഞാൻ ലീവ് എടുത്തിട്ടുണ്ട്. ശനിയാഴ്ച വൈകിട്ട് വരാം. ശരിക്കും സന്തോഷം തരുന്ന വാർത്ത തന്നെയാണിത്. എങ്കിൽ ശരി, മോള് സമയം വൈകണ്ട, കോളേജിലേക്ക് ചെല്ലാം. ശരി അച്ചുക്കുട്ട. ഉമ്മ. ഫോൺ കട്ട് ചെയ്തിട്ട് അവൾ കുറച്ചു നേരം അച്ഛനെക്കുറിച്ച് ആലോചിച്ചു. ഒരിക്കലും തന്നെ മിസ് ചെയ്യുന്നുവെന്ന് വ്യക്തമായി അച്ഛൻ പറയില്ല. പക്ഷെ അച്ഛൻ നന്നായി തന്നെ മിസ് ചെയ്യുന്നുമുണ്ട്. അമ്മ പോയതിനു ശേഷം താനായിരുന്നു അച്ഛൻ്റെ ലോകം. അത്രമേൽ ഇഷ്ടമായിരുന്നു തന്നെ. മറ്റൊരു വിവാഹത്തെപ്പറ്റി പോലും ചിന്തിക്കാതെ തനിക്ക് വേണ്ടിയാണ് ജീവിച്ചത്. അച്ഛനെ ഒറ്റയ്ക്കാക്കി ഒരിക്കൽ പോലും ജീവിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ തൻ്റെ പ്രിയൻ ഇവിടെ ഉണ്ടെന്നറിഞ്ഞപ്പോൾ ഓടി വരികയായിരുന്നു ഇവിടേക്ക്. ആലോചനയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് അവൾ താഴേക്ക് ചെന്നു. താഴെ ലക്ഷ്മി അവളെ കാത്തിരിപ്പുണ്ടായിരുന്നു. അച്ഛനെ വിളിച്ചോടി. വിളിച്ചാൻറ്റി, ഈ സാറ്റർഡേ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. നീ ഉള്ളതുകൊണ്ടാ, അല്ലെങ്കിൽ ഏട്ടൻ ഇങ്ങോട്ടെങ്ങാനും ഇറങ്ങുമോ? എന്തൊരു മിടുക്കനായിരുന്നു എൻ്റെ ഏട്ടൻ. ഇപ്പം അധികം സംസാരിക്കാറ് പോലുമില്ല. നിന്നെ മാത്രം ഓർത്താണ് ജീവിക്കുന്നത് തന്നെ. അത് നീ ഒരിക്കലും മറന്നു പോകരുത്. ഇതൊക്കെ എന്നോട് പറയേണ്ടതുണ്ടോ ആൻറ്റി? പറയേണ്ട കാര്യമില്ല, എങ്കിലും പറഞ്ഞതേ ഉള്ളൂ. കുറച്ചു നേരം അവിടെ ഒരു നിശബ്ദത പടർന്നു. ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് സമയത്ത് വിഷ്ണുവിനെ തിരഞ്ഞു നടക്കുകയായിരുന്നു നിവിൻ. അവനെ കണ്ടതും ഓടി അവിടേക്ക് ചെന്നു. എന്നടാ, നിന്റെ ഫ്രണ്ട് വിളിച്ചോ? ഇപ്പം വിളിക്കും, 2 മണിക്ക് പറയാമെന്നാ പറഞ്ഞത്. അത് പറഞ്ഞതും വിഷ്ണുവിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു. അവനാണ്. നിവിനോട് പറഞ്ഞിട്ട് വിഷ്ണു കോൾ എടുത്തു. ഓക്കെടാ, ഞാൻ വാട്സപ്പിൽ നോക്കിക്കോളാം. എന്താണെന്ന് നിവിൻ ആംഗ്യം കാണിച്ചു. പറയാമെന്ന് വിഷ്ണു കണ്ണടച്ച് കാണിച്ചു. കോള് കട്ട് ചെയ്ത് വിഷ്ണു പറഞ്ഞു, ആളിൻ്റെ അഡ്രസ്സും ID പ്രൂഫും ഫോട്ടോയും അവൻ വാട്സപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പോഴേക്കും ഹർഷയും വന്നു. എന്തായി, ആളെ കിട്ടിയോ? ഇല്ല, ഇപ്പോൾ അറിയാം. വിഷ്ണു നെറ്റ് ഓൺ ആക്കിയതും നിവിൻ്റെ നെഞ്ചിടിപ്പ് കൂടി. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.